നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. വാഴോട്ടുകോണം കൗൺസിലർ സുഗതൻ ബി.ജെ.പിയുടെ ജനകീയ നേതാവാണെന്നും 2016 സുഗതൻ യുവമോർച്ച നേതാവായിരിക്കെ തുടങ്ങിയതാണ് സുഗതനെ CPM-ന്റെ വേട്ടയാടലെന്നും ബി.ജെ.പി സിറ്റി ജില്ലാ അധ്യക്ഷൻ കരമന ജയൻ പറയുന്നു. സുഗതനെതിരെ 2023-ലും 2025-ലും കാപ്പ ചുമത്തി നാട് കടത്താൻ ശ്രമം ഉണ്ടായെങ്കിലും ആ നീക്കം മേൽക്കോടതി ഇടപെട്ട് റദ്ദ് ചെയ്യുകയായിരുന്നു. ബി.ജെ.പി കൗൺസിലറായ സുഗതനെ നാട് കടത്തിയിട്ടുണ്ട് എന്ന് മാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിക്കുന്നത് പച്ചക്കള്ളമാണെന്നാണ് കരമന ജയൻ പറയുന്നത്. 2012 മുതലുള്ള കേസുകളുടെ അടിസ്ഥാനത്തിലാണ് അന്ന് കാപ്പ ചുമത്താൻ ശ്രമിച്ചതെങ്കിലും എന്നാൽ അതൊന്നും കാപ്പ നിയമത്തിന്റെ സെക്ഷൻ 2 അനുസരിച്ചല്ലായിരുന്നു എന്നും വ്യക്തമാകുന്നു. സെക്ഷൻ 183 പ്രകാരമുള്ള ഈ ചെറിയ ചെറിയ കേസുകൾ കൂട്ടി കോർത്താണ് ഈ 2 കാപ്പയും എടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഏത് രാഷ്ട്രീയക്കാർക്കും ഉണ്ടാകുന്ന കേസുകളാണ്. എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും ഇവിടെ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി അടക്കം, അല്ലെങ്കിൽ നേരത്തെ ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി അടക്കം, മന്ത്രിമാരടക്കം രാഷ്ട്രീയ നേതാക്കന്മാർക്കെല്ലാം വരുന്ന ഉപരോധം നടത്തുമ്പോഴും, സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുമ്പോഴും, അല്ലെങ്കിൽ റോഡിൽ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തി കാണിച്ചുകൊണ്ട് റോഡിൽ കുത്തിയിരിക്കുന്ന അടക്കമുള്ള കേസുകൾ എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ ഈ കേസുകൾ വെച്ചാണ് കാപ്പ 2012 മുതലുള്ള കേസുകൾ ഇതെല്ലാം വെറുതെ വിടുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസുകളെല്ലാം സുഗതനെ ബഹുമാനപ്പെട്ട കോടതി വെറുതെ വിട്ട കേസുകളുമാണ്. അതും ബോർഡ് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ 2 കാപ്പയും നിലനിർത്താത്തതും സ്റ്റേഷനിൽ മാത്രം ഒപ്പിടാൻ ട്രാൻസ് ലൊക്കേഷൻ അനുവദിക്കാത്തത്. അത് കഴിഞ്ഞിട്ട് ഈ കാപ്പ സെക്ഷനിലെ 2-ാം വകുപ്പ് അനുസരിച്ച് ആന്റി സോഷ്യൽ എലിമെന്റ് എന്ന് പറഞ്ഞാൽ നാട്ടിൽ സമാധാന അന്തരീക്ഷം സൃഷ്ടിക്കുന്ന കൊടും ക്രിമിനലുകൾ, മദ്യക്കുപ്പി കച്ചവടക്കാർ, കൊട്ടേഷൻ മാഫിയ തലവന്മാർ, മാഫിയ സംഘങ്ങൾ, കള്ളനോട്ടടിക്കാർ, മണി ചെയിൻ കച്ചവടക്കാർ, വട്ടിപ്പലിശയ്ക്ക് കൊടുത്ത് ജനങ്ങളെ ഉപദ്രവിക്കുന്നവർ, സിനിമ പൈറേറ്റ് ചെയ്യുന്നവർ, വസ്തുക്കയ്യേറ്റം, അനധികൃതമായ വസ്തുക്കയ്യേറ്റം, നിരന്തരമായി ജനങ്ങളുടെ വസ്തുക്കൾ കയ്യേറ്റം വയ്ക്കുന്നവർ അടക്കമുള്ള ആൾക്കാരുടെ പേരിലാണ് കാപ്പ 2 പ്രകാരം എടുക്കേണ്ടത്. പക്ഷെ സുഗതനെ സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തകനാണ്, രാഷ്ട്രീയ പ്രവർത്തകനാണ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതാണ്. ആ പ്രദേശത്ത് ജനങ്ങൾക്ക് എന്ത് ആവശ്യം വന്നാലും ഓടിയെത്തുന്ന ഒരു ജനപ്രതിനിധിയാണ്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. ഈ 2 കാപ്പ എടുത്തു എന്ന് ജനങ്ങളെ ഇത്രയും ഈ ആരോപണങ്ങൾ വന്നിട്ടും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വാഴോട്ടുകോണത്തെ ജനങ്ങള് 450 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സുഗതനെ ജയിപ്പിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതും CPM-ന്റെ കോട്ടയായിട്ടുള്ള വാഴോട്ടുകോണം വാർഡിലാണ് സുഗതൻ ജയിച്ചത്. BJPക്ക് ഒരിക്കലും ജയിക്കാൻ കഴിയില്ല എന്ന് ജനങ്ങൾ വിശ്വസിച്ചിരുന്ന ആ വാർഡിൽ 450ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുഗതൻ BJP സ്ഥാനാർത്ഥി ജയിച്ചെങ്കിൽ അതിന്റെ പിന്നിൽ സുഗതനെ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇത് CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ അടിയായി. ഇപ്പോൾ കാപ്പ ചുമത്താൻ കാരണമായിരിക്കുന്ന 7 കേസുകളും രാഷ്ട്രീയ പ്രേരിതമായ കേസുകളാണെന്നും അതിലെ അവസാന കേസിലെ വാദി 4 മയക്കുമരുന്ന് കേസുകൾ ഉൾപ്പെടെ 26 കേസുകൾ പ്രതിയാണെന്നും അയാൾക്കെതിരെ എന്തുകൊണ്ട് പോലീസ് കാപ്പ ചുമത്തുന്നില്ലെന്നും കരമന ജയൻ ചോദിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാവാൻ അസുഖം കാരണം സുഗതൻ സമയം കൂട്ടിച്ചോദിച്ചത് ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് വട്ടിയൂർക്കാവ് SHOയുടെ നേതൃത്വത്തിൽ സുഗതന്റെ വീട്ടിലേക്ക് പോലീസ് ഇരച്ചു കയറി വെടിവെച്ച കുടുംബത്തെയും പ്രായപൂർത്തിയാകാത്ത കുട്ടികളെയും അറസ്റ്റ് ചെയ്തതെന്നും കരമന ജയൻ പറയുന്നുണ്ട്. സുഗതന്റെ അറസ്റ്റിന് ശേഷം അനുകൂലമായ വിധി ഹൈക്കോടതിയിൽ നിന്ന് എത്തുകയും ജയിലിൽ വെച്ചാണ് കാപ്പ കേസിൽ പ്രതിയാണെന്ന കളക്ടറുടെ ഉത്തരവ് തിടുക്കത്തിൽ സുഗതനെ കൈമാറി ജയിൽ മാറ്റിയതെന്നും കരമന ജയൻ വ്യക്തമാക്കുന്നുണ്ട്. മുൻ MLA VK പ്രശാന്തിന്റെ പൊയ്മുഖം അഴിച്ചതും വട്ടിയൂർക്കാവിൽ കാലങ്ങളായി CPM നടത്തി വന്ന തട്ടിപ്പുകൾ പുറത്തു വന്നതും സുഗതനും BJPയും കാരണമാണ്. അതിന്റെ വിദ്വേഷമാണ് സുഗതനെതിരെയുള്ള ഈ നീക്കമെന്നും കരമന ജയൻ ആരോപിക്കുന്നു. BJPക്ക് കോർപ്പറേഷൻ ഭരണം കിട്ടിയതും തുടർന്ന് CPM 45 വർഷമായി നടത്തി വന്ന അഴിമതിയും കൊള്ളയും പുറത്തു വന്നതിലും CPM നേതൃത്വം അസ്വസ്ഥരാണെന്നും സുഗതനെ ഏതറ്റം വരെയും BJP കേരള ഘടകം CPM ഗൂഢാലോചനയിൽ നിന്ന് സംരക്ഷിക്കുമെന്നും CPM നഗരസഭയിൽ നടത്തി വന്നിരുന്ന കൊള്ളകൾ ഇനിയും പുറത്തു കൊണ്ടുവരുമെന്നും കരമന ജയൻ വ്യക്തമാക്കുന്നു. ഹൈക്കോടതി 2 ആഴ്ച നീട്ടിക്കൊടുക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് അതിക്രമിച്ച് കയറി വീട്ടിൽ 2 പ്രായപൂർത്തിയാകാത്ത 2 കുട്ടികളെ തോക്ക് ചൂണ്ടുകയും സുഗതനും ഭാര്യയും, തൊട്ടടുത്ത് താമസിക്കുന്ന സുഗതന്റെ ചേട്ടനും ഭാര്യയും അല്ലാതെ അവിടെ ആ വീട്ടിന്റെ പരിസരത്ത് ആരുമില്ലായിരുന്നു. അവിടെ തോക്ക് വെടിവെക്കേണ്ട കാര്യമില്ല. ഈ ചില സമയത്തൊക്കെ നമുക്ക് ജോക്കായിട്ടാണ് തോന്നുന്നത് ഈ പോലീസുകാരുടെ പ്രവൃത്തി. ഇവരിങ്ങനെ ചുമ്മാ വെറുതെ കയ്യിൽ തോക്കുണ്ടെങ്കിൽ ചുമ്മാ അങ്ങ് വെടിവെച്ച് കളിക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു എന്താണെന്ന് നമുക്ക് മനസ്സിലാവണില്ല. കാരണം അവിടെ പരിസരത്ത് ആരും അറിഞ്ഞില്ല.
9:30 മണിക്ക് വന്ന് കയറുന്നു. മഴ ആയതുകൊണ്ട് ഒതുങ്ങി നിൽക്കട്ടെ സഹോദരി എന്ന് സുഗതന്റെ ഭാര്യയെടുത്ത് പറയുന്നു. ഒതുങ്ങി നിൽക്കുന്നവരെ അതിക്രമിച്ചാൽ കയറുകയാണ്. ഷർട്ടിടാതെ, ചിക്കൻ ബോക്സ് ആയതുകൊണ്ട് ഷർട്ടിടാതെ കിടക്കുന്ന സുഗതനെ ആക്രമിക്കുന്നു. പിള്ളേരെ 14 വയസ്സുകാര മോൻ എൻ്റെ അച്ഛനെ കൊണ്ടുപോകരുതെന്ന് മോനും 8 വയസ്സായ കുട്ടി മോളും കേണപേക്ഷിച്ചു. എൻ്റെ അച്ഛനെ കൊണ്ട് ഭാര്യ പറയുന്ന വീഡിയോ ഉണ്ട്. അദ്ദേഹം സ്റ്റേഷനിൽ ഹാജരാവും എന്ന് പറഞ്ഞിട്ട് പോലും വാശിയും വൈരാഗ്യവും കാണിക്കാൻ തന്നെയാണ് പോലീസ് തോക്കെടുത്ത് വെടിവെച്ചിട്ടുള്ളത്.